ഇത് തെർത്താത്തക്ക് മാത്രമുള്ള വീഡിയോ ആണ്. തെർത്താത്ത സത്യമാണ്. കസ്റ്റംസ് എന്റെ പെട്ടിയെല്ലാം പിടിച്ചെടുത്ത് തെർത്താത്ത. എനിക്ക് ഭയങ്കര സങ്കടമാണ് തെർത്താത്ത. കാരണം എന്നാന്നറിയോ, ആ പെട്ടിക്കകത്ത് നിറച്ചും ഡൈപ്പറായിരുന്നു. പിന്നെ വേറൊരു കാര്യം കൂടെ പറയട്ടെ. ഞാൻ എന്തായാലും എന്റെ ചേച്ചി ഡെലിവറിക്ക് പോയപ്പോ ഞാൻ ചേട്ടനെ അടിച്ചോണ്ടൊന്നും പോയിട്ടില്ല മോളെ. തെർത്താത്തക്ക് മാത്രമുള്ള റിപ്ലൈ ആണ്. തെർത്താത്തക്ക് നന്നായിട്ട് മനസ്സിലാവും. കല്യാണം കഴിച്ചു, ആദ്യത്തെ കല്യാണം കഴിച്ചു എന്റെ വീട്ടുകാരും നാട്ടുകാരൊക്കെ പറഞ്ഞ കല്യാണം കഴിച്ചാണ്. പള്ളിയിൽ കെട്ടിയതാണ്. സോ കെട്ടിയത് മീൻസ് പെന്തക്കോസ്ത് കല്യാണമാണ്. അതുകൊണ്ട് എന്റെ കഴുത്തെ താലി കെട്ടിയിട്ടില്ല. സൂചിയുടെ മാത്രമേ താലി കെട്ടിയിട്ടുള്ളൂ. സത്യമാണ്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം എനിക്കും ആ ബന്ധം താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആ ബന്ധം ഉപേക്ഷിച്ചു. സോ എന്താ പറയാ, അതിനുശേഷം എന്താ പറയാ, അദ്ദേഹം എന്നെയും കുറ്റം പറഞ്ഞില്ല, ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുന്നത്. അതിനുശേഷം ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. സൂചിച്ചേട്ടന്റെ വീട്ടുകാർക്കും അറിയാം, സൂചിച്ചേട്ടനും അറിയാം, മോനും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനുശേഷം ഞാൻ രണ്ടാമത് സൂചിച്ചേട്ടനെ നിയമപരമായിട്ട് കല്യാണം കഴിച്ചു. അദ്ദേഹം മരിച്ചപ്പോൾ ഞാൻ വിധവയായി. ഇപ്പൊ ഞാൻ ഇതുവരെ വേറെ ആരും കേട്ടില്ല. എടി തീർത്താത്ത, നീ എങ്ങനെ അടി വിധവയായി? നീ ആദ്യം ഒരു തമിഴ്നാട്ടിലെ ഒരു മനുഷ്യനെ കല്യാണം കഴിച്ചു, രണ്ടാമതൊരു ബംഗ്ലാദേശി ഷൗക്കത്തിനെ കല്യാണം കഴിച്ചു, മൂന്നാമത് മലയാളി വിനീതിനെ നീ കല്യാണം കഴിച്ചു. ഇവര് 3 പേര് ജീവനോട് ഇരിപ്പുണ്ടല്ലോ. പിന്നെ നീ എങ്ങനെ അടി വിധവയാകുന്ന കള്ളി തീർത്താത്ത ഡയപ്പർ വിധവേ?